ജംഗിൾ ബുക്ക് ഭാഗം 9. ചിലപ്പോൾ മരത്തിൽ കയറി ചെന്ന് ബലപരീക്ഷണം നടത്താൻ വെല്ലുവിളിക്കും. ഒന്നുമില്ലെങ്കിൽ വെറുതെ പരസ്പരം കാടിപിടി കൂടും. ചത്തുവീഴുന്ന കുരങ്ങനെ നിലത്തിട്ടിട്ട് മറ്റുള്ളവ ഓടിക്കളയും. ഒരു നേതാവ് വേണമെന്നും സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കണമെന്നും ചിലപ്പോൾ അവർക്ക് തോന്നും. പക്ഷേ ഓർമ്മശക്തി കുറവായതുകൊണ്ട് അതൊന്നും നടപ്പിൽ വരികയില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നോ? വാനരന്മാർ ഇന്ന് ചിന്തിക്കുന്നത് കാട്ടിലെ ജീവികൾ നാളെ ചിന്തിക്കും എന്നൊരു ചൊല്ലുണ്ടാക്കി ആശ്വസിക്കുന്നു. മറ്റൊരു ജീവിക്കും കുരങ്ങന്മാരെ പോലെ മരത്തിന് മുകളിലെത്താൻ സാധ്യമല്ല. പക്ഷേ ആരും അവരെ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ടാണ് മൗഗ്ലിയുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞതിൽ കുരങ്ങന്മാർക്ക് ഇത്ര സന്തോഷം. ബാലുവിൻ്റെ വാക്കുകൾ കേട്ട് കുരങ്ങന്മാർക്ക് കോപമുണ്ടായതും മറ്റൊന്നും കൊണ്ടല്ല. പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. കൂടുതലായി ഒന്നും ചിന്തിക്കാനുള്ള കഴിവ് കുരങ്ങന്മാർക്കില്ല. പക്ഷേ അക്കൂട്ടത്തിലൊരുത്തന് ഒരു പുതിയ ആശയം തോന്നി. മൗഗ്ലിയെ സംഘത്തിൽ ചേർത്താൽ പല പ്രയോജനങ്ങളും ഉണ്ടാകും. ചുള്ളിക്കമ്പുകൾ മെടഞ്ഞ് കാറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറയുണ്ടാക്കാൻ അവനറിയാം. ഒരു വിറക് വെട്ടിയുടെ മകനായ മൗഗ്ലിക്ക് ജന്മസിദ്ധമായ ചില കഴിവുകൾ ഉണ്ടായിരുന്നു. മരക്കൊമ്പ് കൊണ്ട് അവൻ ഭംഗിയുള്ള കളിവീടുകൾ ഉണ്ടാക്കും. പണി തീരുമ്പോൾ അത് താൻ തന്നെ നിർമ്മിച്ചതാണോ എന്നാലോചിച്ച് അവൻ അത്ഭുതപ്പെടാറുണ്ട്. അതെല്ലാം അകലിൽ നിന്ന് നോക്കി അസൂയപ്പെട്ടിരുന്ന വാനരന്മാർ മൗഗ്ലിയെ തങ്ങളുടെ നേതാവാക്കണമെന്നും അങ്ങനെ കാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ് തങ്ങളെന്ന് തെളിയിക്കണമെന്നും തീരുമാനിച്ചു. അതുകൊണ്ട് അവർ ബാലുവും ബഗീരയും മൗഗ്ലിയും പോയ വഴിയെ നിശബ്ദം അവരെ പിന്തുടർന്നു ചെന്നു. ഉച്ചമയക്കത്തിന് സമയമായപ്പോൾ ഒരു മരച്ചോട്ടിൽ ബാലുവും ബഗീരയും അവർക്കിടയിലായി മൗഗ്ലിയും കിടന്നു. കുരങ്ങന്മാരുമായി ചങ്ങാത്തം കൂടിയത് വിഡിത്തമായെന്ന് അവന് ബോധ്യം വന്നു. ഇനി ഒരിക്കലും അത് ആവർത്തിക്കുകയില്ലെന്ന് ഉറച്ചു. ഉച്ചവെയിലിൻ്റെ ചൂടറിയാതെ കാനനഛായയിൽ സുഖനിദ്രയിൽ ആണ്ടുപോയ മൗഗ്ലി തൻ്റെ കൈകാലുകളിൽ ബലമുള്ള കൊച്ചു കൈകൾ മുറുകെ പിടിച്ചിരിക്കുന്നതായി അറിഞ്ഞു. മുഖത്ത് മരച്ചില്ലകൾ വന്ന് തട്ടിയപ്പോൾ അവൻ പതിയെ കണ്ണു തുറന്നു. ഭൂമിയിൽ നിന്ന് എത്രയോ ഉയരെ ആകാശത്തിലൂടെ പാഞ്ഞു പോവുകയാണ് താൻ എന്ന് അവന് മനസ്സിലായി. തിങ്ങി വളർന്ന വൃക്ഷക്കൊമ്പുകൾക്കിടയിലൂടെ അവൻ താഴേക്ക് നോക്കി. ബാലുവിൻ്റെ അലർച്ച കൊണ്ട് കാട് നടുങ്ങുന്നുണ്ട്. ബഗീര കൂർത്ത പല്ലുകൾ പുറത്തു കാട്ടി അമറിക്കൊണ്ട് ഓരോ വൃക്ഷത്തിലായി പറ്റിപ്പിടിച്ച് കയറാൻ ശ്രമിക്കുന്നു. വാനരന്മാർ ആഹ്ലാദത്തോടെ മരത്തലപ്പുകൾ മുകളിലൂടെ പായുന്നതിനിടയിൽ വിളിച്ചു പറയുന്നുണ്ട്, അതാ അവൻ ഞങ്ങളെ കണ്ടു, ബഗീര ഞങ്ങളെ കണ്ടു. നമ്മുടെ സാമർഥ്യം കണ്ട് കാട്ടിലുള്ളവരെല്ലാം മിഴിച്ചു നിൽക്കുന്നു. ശിഖരങ്ങൾക്കിടയിലൂടെ അവർ പ്രയാണം തുടർന്നു. വാനരന്മാരുടെ രാജപാതയാണ് വൃക്ഷശിഖരങ്ങൾ. ഭൂമിയിൽ നിന്ന് 50-60 അടി മുകളിൽ. കുന്നുകളും പുഴകളും താണ്ടി അതിവേഗത്തിൽ അവർ പാഞ്ഞു പോകുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പകലെന്നില്ല രാത്രിയെന്നില്ല, വഴി തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ അവർക്കറിയാം. ഏറ്റവും ശക്തന്മാരായ 2 പേർ മൗഗ്ലിയെ താങ്ങിയെടുത്ത് ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി മിന്നൽ വേഗത്തിൽ മുന്നോട്ട് പോയി. ഒറ്റ കുതിപ്പിന് 20 അടി അകലെ എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മൗഗ്ലിയുടെ ഭാരം ചുമക്കേണ്ടി വന്നതിനാലാണ് അത്. അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ദൂരം ചാടിയനെ. മൗഗ്ലിക്ക് ഈ യാത്ര ആസ്വദിക്കാനൊത്തില്ല. ഇലകൾക്കിടയിലൂടെ ഭൂമിയെ കണ്ടപ്പോഴാണ് താൻ എത്ര ഉയരത്തിലാണ് എന്ന് അവൻ മനസ്സിലാക്കിയത്. അവൻ ഭയന്ന് വിറച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉലച്ചിൽ കാരണം അവന് തല ചുറ്റി. താനിപ്പോൾ ഛർദ്ദിക്കുമെന്ന് തോന്നി. അവനെ ചുമന്നിരുന്ന കുരങ്ങന്മാർ ചിലപ്പോൾ തീരെ ബലം കുറഞ്ഞ ചില്ലയിലായിരിക്കും പിടിക്കുന്നത്. ഭാരം താങ്ങാനാവാതെ ചില്ല ഒടിയാൻ തുടങ്ങുമ്പോൾ അവർ പിടിവിട്ട് മറ്റൊന്നിലേക്ക് ചാടും. അപ്പോൾ കപ്പലിൻ്റെ പാമരത്തിലിരിക്കുന്ന ഒരാൾ കടൽപ്പരപ്പ് മാത്രം കാണുന്നത് പോലെ അവൻ്റെ ദൃഷ്ടിയിൽ നോക്കത്താ ദൂരത്തോളം പച്ചിലച്ചാർത്ത് മാത്രം കാണാനാകും. മറ്റു ചിലപ്പോൾ ഇളം ശിഖരങ്ങളുടെ അടിയേറ്റ് അവൻ്റെ മുഖം വേദനിക്കും. തൊട്ടു പിന്നാലെ ആർപ്പ് വിളിച്ചുകൊണ്ട് വാനരക്കൂട്ടം ഒന്നാകെ അവരെ പിന്തുടരുന്നുമുണ്ട്. ഒരു നിമിഷം മുകളിലേക്കും അടുത്ത നിമിഷം കുത്തനെ താഴേക്ക് ചാടുകയും കൈകാലുകളും വാലും ഉപയോഗിച്ച് മരക്കൊമ്പുകളിൽ ഊഞ്ഞാലാടുകയും ചെയ്യുന്നതിനിടയിൽ കുരങ്ങന്മാർ തന്നെ താഴെയിട്ട് കളയുമെന്ന് മൗഗ്ലി ഭയപ്പെട്ടു. തന്നെ ബന്ധനസ്ഥനാക്കിയ വാനരന്മാരോട് അവന് ദേഷ്യം തോന്നിയെങ്കിലും
ആകാശത്തിൽ വെച്ച് അവരുമായി എതിരിടുന്നതുകൊണ്ട് യാതൊരു ഫലമില്ലെന്നും അവൻ അറിയാം. രക്ഷപ്പെടാനുള്ള മാർഗമെന്തെന്ന് അവൻ ആലോചിച്ചു. ആദ്യമായി ബാലുവിനെയും ബഗീരയെയും വിവരമറിയിക്കണം. എത്ര വേഗത്തിലോടിയാലും അവർക്ക് കുരങ്ങന്മാരോടൊപ്പം എത്താൻ കഴിയില്ല. പലപ്പോഴും ഇലകൾ മറഞ്ഞ് ഭൂതലം കാണാൻ പറ്റാത്തതുകൊണ്ട് സ്നേഹിതന്മാർ താഴെയുണ്ടെങ്കിൽ തന്നെ അവരോട് വിളിച്ചു പറയുവാനും സാധ്യമല്ല. അവൻ മുകളിലേക്ക് നോക്കി. അങ്ങകലെ നീലാകാശത്തിൽ ഒരു പരുന്ത് വട്ടമിടുന്നത് അവൻ കണ്ടു. ചിൽ എന്നു പേരുള്ള ആ പരുന്ത് വന്യജീവികളിൽ ഏതെങ്കിലും ഒന്ന് ചാവുന്നുണ്ടോ എന്ന അന്വേഷണത്തിലാണ്. കുരങ്ങന്മാർ ഏതോ ഒരു വസ്തു ചുമന്നുകൊണ്ടു പോകുന്നത് അവൻ കണ്ടു. അത് തിന്നാൻ കൊള്ളാവുന്ന വല്ലതുമാണോ എന്നറിയാൻ കുറെ താഴേക്ക് വന്നപ്പോൾ മൗഗ്ലിയെയാണ് പിടിച്ചുകൊണ്ടു പോകുന്നതെന്ന് പരുന്തിന് മനസ്സിലായി. അതേസമയം മൗഗ്ലി പക്ഷികൾക്കുള്ള സൂത്രവാക്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങളും ഞാനും നമ്മൾ എല്ലാവരും രക്തബന്ധമുള്ളവരാണ്. അതിനിടയിൽ മരക്കൊമ്പുകൾക്കിടയിൽ മൗഗ്ലി മറഞ്ഞുപോയി. പരുന്ത് കുറെ കൂടി മുന്നോട്ട് പറന്നു. അതാ വീണ്ടും അവൻ്റെ തവിട്ട് നിറത്തിലുള്ള മുഖം പുറത്തു കാണുന്നു. എന്നെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് ശ്രദ്ധിക്കണേ. സിയോണിലെ ബാലുവിനെയും ബഗീരയെയും വിവരം അറിയിക്കണേ എന്ന് അവൻ ഉറക്കെ പറഞ്ഞു. സഹോദര, ആര് പറഞ്ഞെന്നാണ് അറിയിക്കേണ്ടത്? ചിൽ ചോദിച്ചു. മൗഗ്ലിയെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് നേരിട്ട് അവൻ മൗഗ്ലിയെ കണ്ടിട്ടില്ല. മൗഗ്ലി, ചിന്നത്തവള, മനുഷ്യക്കുട്ടിയെന്നും വിളിക്കും. എന്നെ കൊണ്ടുപോകുന്ന വഴി മനസ്സിലാക്ക്. മുഴുവൻ പറഞ്ഞു തീരുന്നതിനു മുമ്പ് വീണ്ടും അവൻ വൃക്ഷങ്ങൾക്കിടയിൽ മറഞ്ഞു. പരുന്ത് തലയാട്ടിയിട്ട് മുകളിലേക്കുയർന്ന് ഒരു ചെറിയ ധൂളി പോലെ ആകാശത്തിൽ പറന്നു നടന്നു. അവിടെ നിന്ന് അതിശക്തമായ കണ്ണുകളാൽ കുരങ്ങന്മാർ പോകുന്ന വഴി മനസ്സിലാക്കി. ഇവർ ദൂരെയെങ്ങും പോകാനിടയില്ല, പരുന്ത് തന്നെത്താൻ പറഞ്ഞു. അവർ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നിടത്ത് ഒരിക്കലും ഈ കൂട്ടർ ചെന്നെത്താറില്ല. പാതി വഴി ചെല്ലുമ്പോൾ ലക്ഷ്യം മറന്നു പോവുകയാണ് പതിവ്. ഇപ്രാവശ്യം ഈ വാനരന്മാർ വലിയ ഒരാപത്തിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ബാലു ആരാണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ. ബഗീരയുടെ കരുത്തും ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ചിന്തിച്ച് ചിറകുകൾ നിശ്ചലമാക്കി കാലുകൾ പിന്നിലേക്ക് മടക്കി അവൻ ആകാശത്തിലൂടെ ഒഴുകി നടന്നു. അതേസമയം ബാലുവും ബഗീരയും രോഷവും ദുഃഖവും കൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങുമിങ്ങും പാഞ്ഞു. ചില മരങ്ങളുടെ ചില്ലിക്കൊമ്പുകളിൽ പോലും ബഗീര അള്ളിപ്പിടിച്ച് കയറി. അവൻ്റെ ഭാരം താങ്ങാനാവാതെ മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണു. ആവശ്യമുള്ളതൊന്നും നീ മനുഷ്യക്കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല. കുരങ്ങന്മാരെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. ഓടുന്നതിനിടയിൽ കിതച്ചുകൊണ്ട് അവൻ ബാലുവിനെ കുറ്റപ്പെടുത്തി. അടിച്ച് തല പൊളിച്ചിട്ട് എന്ത് കാര്യം? പാവം ബാലു അതിന് മറുപടി പറഞ്ഞില്ല. വേഗം വാ, നമുക്ക് ആ കുരങ്ങന്മാരെ പിടിക്കാം. അവൻ തന്നാലാവുന്ന വിധം ഓട്ടം തുടർന്നു. ഇങ്ങനെ പോയാൽ പിടിച്ചത് തന്നെ. മണ്ടം വാദ്യാരെ, കുടവയറ, ഓടിയതുകൊണ്ട് ഫലമില്ല. നമ്മൾ അടുത്തെത്തിയെന്ന് കണ്ടാൽ വാനരന്മാർ മനുഷ്യക്കുട്ടിയെ താഴെ എറിഞ്ഞു കളയും. സമാധാനമായിരുന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഈ വാനരക്കൂട്ടത്തെ എങ്ങനെ വിശ്വസിക്കും? ഓടിത്തളർന്ന് കുട്ടിയെ ദൂരെ എറിഞ്ഞിരിക്കും. ഹോ, ഞാനൊരു മണ്ടൻ തന്നെ. എന്നെ കാട്ടുതേനീച്ചകൾ കുത്തിക്കൊല്ലട്ടെ. കഴുതപ്പുലിയുടെ മാളത്തിൽ എന്നെ കുഴിച്ചു മൂടട്ടെ. ഹാ ഹൂ, എൻ്റെ മൗഗ്ലി, നിന്റെ മണ്ടക്കിട്ട് കിടക്കുന്നതിന് പകരം കുരങ്ങന്മാരെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതായിരുന്നു. പാവം, പഠിച്ചതെല്ലാം മറന്നുപോയിരിക്കും. സൂത്രവാക്യം അറിഞ്ഞുകൂടാതെ കാട്ടിൽ അലയുകയായിരിക്കും. ബാലു തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിക്കുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്തു. ബഗീരയ്ക്ക് ക്ഷമ കിട്ടു. ബാലു, നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതെ. കുറച്ചു മുമ്പല്ലേ അവൻ സൂത്രവാക്യങ്ങളെല്ലാം ചൊല്ലിക്കേൾപ്പിച്ചത്. മുള്ളൻ പന്നിയെപ്പോലെ നിലത്ത് ചുരുണ്ടുകിടന്ന് നിലവിളിച്ചാൽ കാട്ടിലുള്ള മാന്യന്മാരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഈ നിമിഷം ചത്തുപോയാൽ മതിയായിരുന്നു. വാനരന്മാർ നേരം പോക്കിന് മരത്തിന് മുകളിൽ നിന്ന് താഴേക്കിടുകയോ വെറുതെ തല്ലിക്കൊല്ലുകയോ ചെയ്തില്ലെങ്കിൽ ആ മനുഷ്യക്കുട്ടിക്ക് അപകടമൊന്നും സംഭവിക്കുകയില്ല. അവന് ബുദ്ധിയുണ്ട്, വേണ്ടതെല്ലാം പഠിച്ചിട്ടുമുണ്ട്. അവൻ്റെ നോട്ടം കണ്ട് കാട്ടിലുള്ളവർ പേടിക്കും. പക്ഷേ അവൻ കുരങ്ങന്മാരുടെ പിടിയിൽ അകപ്പെട്ടു പോയി എന്നത് മാത്രമാണ് കുഴപ്പം. അതൊരു വലിയ അപകടമാണ് താനും. മരക്കൊമ്പിൽ ജീവിക്കുന്നവർക്ക് നമ്മുടെ കൂട്ടരെ പേടിയുമില്ല. ബഗീര മുൻകാലുകൾ നക്കി ചിന്തയിലാണ്ടു. പെട്ടെന്ന് ബാലു ഒരു മുരൾച്ചയോടെ ചാടി എണീറ്റു. ഞാൻ എന്തൊരു വെഡ്ഡിയാണ്, കിഴങ്ങുതീനി, പൊണ്ണത്തടിയൻ തന്നെ. നേരത്തെ എനിക്ക് ഈ ബുദ്ധി തോന്നിയില്ലല്ലോ.
കാട്ടാന ഹാത്തി പറയാറുള്ളത് പോലെ ഏതു വീരനും ഈ ഭൂമിയിലുള്ള ഒരാളെയെങ്കിലും പേടിക്കാതിരിക്കില്ല. വാനരന്മാർക്ക് മലമ്പാമ്പുകളെയാണ് ഭയം.